നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേമ്പാട, അതായത് ദിനേശ് വല്യാതി വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ്. ദിനേശ് വല്യാതിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഫേസ്, സ്കിന്ന് ഇതൊക്കെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് ദിനേശ് വല്യാതി. അപ്പോൾ അത് വെച്ചിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വേമ്പാട. വേമ്പാട പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. ദിനേശ വല്യാതി, വേമ്പാട, തവിട്ട് വേമ്പാട, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് പച്ചമരുന്ന് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മുടെ ഈ അങ്ങാടിക്കടയില്ലേ, അവിടെ നമുക്കിത് വാങ്ങാൻ കിട്ടും. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, അഫോർഡബിൾ റേറ്റിലാണ്. ഇനി നമുക്ക് ഈ വേമ്പാടേനെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടേ അതിനനുസരിച്ച് പൊടിച്ചെടുക്കാം കേട്ടോ. അഥവാ ഇനി കൂടുതലെടുത്ത് പൊടിച്ച് വെച്ചാലും യാതൊരു പ്രശ്നവുമില്ല. നല്ലൊരു എയറൊന്നും കിടക്കാത്ത നല്ലൊരു കണ്ടെയ്നറിൽ വെച്ചാൽ മതി, കേടൊന്നും വരില്ല, നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനെന്താ ഇതേപോലത്തെ ഒരു കുഞ്ഞ് മിക്സി ജാറിൽ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഓൾറെഡി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൗഡർ. അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് പൊടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നിങ്ങനെ അരിച്ചെടുക്കണം. കാരണം നമുക്കിത് ഒരുപാടൊന്നും പൊടിക്കാൻ പറ്റില്ല. എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഒരുപാടൊന്നും നമുക്ക് മിക്സിയിലിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാൻ പറ്റില്ല, ചെറിയൊരു തരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്നിങ്ങനെ അരിച്ചെടുക്കണം. ദിനേശ വല്യാതി നമ്മുടെ ഫേസിലുണ്ടാവുന്ന കരിവാളിപ്പൊക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ദിനേശ വല്യാതി ഫേസ് പാക്കോ ടോണറോ എന്താണെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് അതേപോലെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ദിനേശ വല്യാതി. അപ്പം നിങ്ങൾ എന്തായാലും ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ പൊടിച്ച എല്ലാ വേമ്പാടും ഇതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ ബാക്കി വരുന്ന പൗഡറിൻ്റെ ആ ഒരു തരിതരിയില്ലേ, അത് നിങ്ങൾ കളയണ്ട കേട്ടോ. ഇത് തന്നെ നമുക്ക് ഫേസ് ടോണർ ഉണ്ടാക്കുന്ന സമയത്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫേസ് ടോണറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മുടെ വേമ്പാട വെച്ചിട്ടുള്ള നല്ലൊരു ഫേസ് ടോണറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ ഐ കാർഡിലും കൊടുക്കാം. നിങ്ങൾ കയറി കണ്ട് നോക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ടോണർ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കാൻ ആഗ്രഹമുള്ളവരും എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒന്നാണ്. നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതേപോലത്തെ ഒരു ചെറിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വേമ്പാടയില്ലേ, അത് ഞാനൊരു 1.25 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റിനൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് പാലെടുക്കുന്നുണ്ട്. പച്ചപ്പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മൾ ചൂടാക്കിയ പാലല്ല, പച്ചപ്പാലാണ്. അതും നിങ്ങളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. എനിക്ക് പിന്നെ ഒരു ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു എന്നുള്ളൂ. കാരണം നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് നമ്മൾ പാൽ ഒഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കി അത് ഒഴിച്ചാൽ മതി കേട്ടോ. എന്നിട്ടും രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു ടൈം എടുക്കും കേട്ടോ. കാരണം അതൊരു എന്താ പറയുക, പൊങ്ങി നിൽക്കുന്ന ടൈപ്പ് ഒരു പൊടിയാണിത്. അതുകൊണ്ട് നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിനെയൊക്കെ ഒന്നിങ്ങനെ ഇളക്കിയിട്ട് വേണം നമ്മളത് മിക്സ് ചെയ്യാൻ കേട്ടോ. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്ത് വെക്കേണ്ടത്. എന്നിട്ടൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ നമുക്ക് കിട്ടേണ്ടത്. അതിനനുസരിച്ച് നിങ്ങൾ പാൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ വെക്കുന്ന ഈ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ വെക്കില്ലേ, ആ വെക്കുന്ന സമയത്ത് നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും. ആ ഒരു രീതിയിൽ കിട്ടുന്ന വിധത്തിലാണ് നമ്മൾ ഇത് ഫേസ് പാക്ക് ഉണ്ടാക്കി വെക്കേണ്ടത് കേട്ടോ. ഇത് ഏകദേശം ഒരു പർപ്പിൾ കളറിലാണ് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമാണ് ആ കളർ കാണുമ്പം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വരിക. നമ്മൾ ഫേസ് വാഷോ എന്താണോ ഇടുന്നത് അതിട്ടിട്ട് നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഫേസിലും കഴുത്തിലും ചെവിയിലും എല്ലായിടത്തും നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഫേസിൽ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഇടുമ്പം കഴുത്തിലും ചെവിയിലൊക്കെ ഇടാറുണ്ട്. ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പം ജസ്റ്റ് ഫേസിൽ മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുന്ന സമയത്ത് കഴുത്തിലും ചെവിയിലൊക്കെ അപ്ലൈ ചെയ്യുക. ഇല്ല എങ്കിൽ നമ്മൾ എവിടെയാണോ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിലെ കളർ മാത്രം ഇങ്ങനെ എടുത്ത് കാണിക്കും. ബാക്കിയുള്ളത് അതേപോലെ തന്നെ സൺടാനൊക്കെ പറ്റിയിട്ട് അതേപോലെ തന്നെ ഉണ്ടാവും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു ഏരിയ മാത്രം കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴും കഴുത്തിലും ചെവിയിലും ഫേസിലൊക്കെ ഈക്വലായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഒരു 10-15 മിനിറ്റ് ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. നമ്മളൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ
നമ്മളിങ്ങനെ ഫേസിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലേക്ക് വരാൻ പാടില്ല. ആ ഒരു ഡ്രൈനെസ് ആവുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്യുക. നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഉറപ്പാണ്, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് ഡെയിലി നമുക്ക് അപ്ലൈ ചെയ്യണേ അപ്ലൈ ചെയ്യാം, വീക്കിലി വൺസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ വീക്കിലി വൺസ് യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടും. അതായത് വിസിബിൾ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിന് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല, കാരണം ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഞാനിത് എന്താണ് ഇങ്ങനെ എടുത്തു പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ചില പ്രൊഡക്റ്റൊക്കെ നമ്മൾ ചില സ്കിന്നുകാർക്ക് അലർജി വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. ഇതൊരു നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. നമുക്ക് സൈഡ് എഫക്റ്റ്, അലർജി അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഫേസ് പാക്ക് എല്ലാവർക്കും സൂട്ട് ആവുന്നതാണ്. ഇന്ന സ്കിൻ ടൈപ്പാർ അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് റേറ്റ് ഒന്നുമില്ല, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാവുന്ന നല്ലൊരു സ്കിൻ ബ്രൈറ്റനിങ് ഫേസ് പാക്ക് തന്നെയാണ് ഇത്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തെടുക്കുക. അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.